ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഹനുമാൻ എന്ന് പറയുന്ന തെലുങ്ക് ഫിലിം മലയാളം ഡബ്ബ് കണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കണ്ടല്ല. കാരണം അധികം തിയേറ്ററിൽ ഈ സിനിമയില്ല. തൃശ്ശൂരിലെ മേജർ സെൻറ്ററുകളിലെ സിനിമയില്ല. തൃശ്ശൂർ ഐനോക്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഐനോക്സ് ഞാൻ അത്ര പ്രിഫർ ചെയ്യാറില്ല. കാരണം സ്ക്രീൻ 1 മാത്രമേ ഡോൾബി അറ്റ്മോസ് വിത്ത് 4K ഉണ്ടായിരിക്കുള്ളൂ. എങ്ങനെ പോയാലും അതിലായിരിക്കില്ല ഈ ഒരു സിനിമ എന്ന് എനിക്ക് 100% ഉറപ്പായതുകൊണ്ട് തന്നെ 10-20 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഞാൻ ശിവദം സിനിമാസ് ഊരകത്തുള്ളൊരു തിയേറ്ററാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട തിയേറ്ററാണ്. 3 സ്ക്രീനും 4K വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കും. പക്ഷേ റോഡ് പണി കാരണം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജോലി കഴിഞ്ഞ് അവിടെ എത്തിപ്പെട്ടത്. പക്ഷേ ആ കഷ്ടപ്പാടൊന്നും വെറുതെ ആയില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമ നൈസ് പടമായിട്ടാണ് തോന്നിയത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല പോസിറ്റീവ് റിപ്പോർട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പടത്തിന്. ആ ഒരു മൈൻഡിലും ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് തന്നെയാണ് സിനിമ കണ്ടത്. എന്നിട്ട് പോലും എനിക്ക് ആ സിനിമ വളരെയധികം എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തു. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് സിനിമയിലെ VFX ആണ്. ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഗംഭീരം ഇൻ ദ സെൻസ് ഇന്ത്യൻ സിനിമകളിൽ ഇതേപോലുള്ള ഒരു ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ ഇതേപോലെ പുരാണങ്ങൾ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, കിടിലനായിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു നദിയുടെ ഇടയിൽക്കൂടെയൊക്കെ പോയിട്ട് മലകളൊക്കെ കാണിച്ച് ലാസ്റ്റ് ഒരു ഹനുമാൻ്റെ വലിയൊരു പ്രതിമ കാണിക്കുന്നൊരു ഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിടിലനായിട്ടുണ്ട് അതിൻ്റെ VFXും കാര്യങ്ങളും. അതിനുശേഷം വരുന്ന അനിമേഷൻ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ, കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ, ഒരിക്കലും മോശമെന്ന് പറയാത്ത രീതിയിൽ, ആസ്വാദനത്തെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ VFX ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അയലൻ എന്ന് പറഞ്ഞ സിനിമയിലെ VFXും സൂപ്പറായിരുന്നു. ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവി. അപ്പോൾ ഇന്ത്യൻ സിനിമകളിൽ ഇതേപോലുള്ള VFX സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എത്രയും മെച്ചപ്പെട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷമാണ്. കാരണം എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ അതേപോലുള്ള സിനിമകൾ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള ഒരു ഫാൻറ്റസി മൂവി അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ മൂവീസ് കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇനി കുറച്ചുകൂടി കൂടും. ഇത്രയധികം നല്ലൊരു VFX കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്രയധികം സിനിമകൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇനിയും വരണം. അത് ഏത് ഇൻഡസ്ട്രി ആയാലും കുഴപ്പമില്ല, നല്ല സിനിമകൾ വരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. സോ VFX പാർട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും സർപ്രൈസ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയധികം ഭംഗിയാവും എന്നുള്ളത്. പക്ഷെ അത് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രകടനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തേജസ് അജയാണ് പ്രധാനമായിട്ടുള്ള ഹനുമന്ത് എന്ന് പറയുന്ന ഹനുമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേഷം ചെയ്തിരിക്കുന്നത്, സൂപ്പർ ഹീറോ വേഷം ചെയ്തിരിക്കുന്നത്. ആളെ കാണുമ്പോൾ നമുക്ക് തോന്നും ചെറിയൊരു പയ്യൻ, അത്രയധികം ആരോഗ്യ സംഭവങ്ങളോ മസിലോ സംഭവങ്ങളോ ഒന്നുമില്ല. ബട്ട് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ റോള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം യൂഷ്വലായിട്ട് വരുന്നൊരു നല്ലൊരു ഫിസിക്കും കാര്യങ്ങളും ആളെ ചൂസ് ചെയ്യുന്നതിന് പകരം സാധാരണ ചെറിയൊരു പയ്യനെ ചൂസ് ചെയ്തിട്ട് കാണിച്ചത് എനിക്കെന്തോ വളരെ ഇഷ്ടപ്പെട്ടു. നായിക വേഷം ചെയ്തിരിക്കുന്നത് അപർണ അയ്യറാണ്. ബിഗിൽ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. അതും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നായകൻ്റെ ചേച്ചിയുടെ വേഷം ചെയ്തിരിക്കുന്നത് വരലക്ഷ്മി ശരത് കുമാറാണ്. അതും ഭംഗിയായിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിനോട് എത്തുമ്പോൾ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആളുടെ ഭാഗത്ത് നിന്ന് വന്നതൊക്കെ ഒരു മാസ് പരിവേഷം കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം എനിക്ക് പേഴ്സണലി വർക്കൗട്ടായി. അതുപോലെ വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത് വിനയ് റായ് ആണ്. അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പർ ഹീറോ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ വില്ലൻ പോലെയാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ഒരു പശ്ചാത്തലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ജനാദ്രി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒരു ഫിക്ഷണൽ പ്ലേസ് ആണത്. അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടേതായിട്ടുള്ള കുറച്ച് അനീതികളും രീതികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് ചോദ്യം ചെയ്യുന്ന ഒരു നായക കഥാപാത്രത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ സൂപ്പർ ഹീറോ കിട്ടുന്നത്, എങ്ങനെ ഇതിനെ ചോദ്യം ചെയ്യുന്നു, എങ്ങനെ ഇതിനെ മറികടക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ തന്നെ കണ്ട് മനസ്സിലാക്കുക. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. സോ അതിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങൾ, സൂപ്പർ ഹീറോയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, ഒരു സൂപ്പർ ഹീറോ പവർ ഗെയിൻ ചെയ്യുന്നത്, സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഹിന്ദു മിത്തോളജി സംഭവങ്ങളും കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല, ബട്ട് അത് കൊള്ളാം, നൈസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, എസ്പെഷ്യലി VFXോട് കൂടിയിട്ടുള്ള അനിമേഷനോട് കൂടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചത് കിട്ടില്ലനായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു ഫീല് ആ ഒരു അവസാന സമയത്ത് കൊണ്ടുവരുന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് വയ്യ. ഓൾസോ ഈ ഒരു സിനിമ പ്രശാന്ത് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിലെ ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇനിയും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരുപാട് സിനിമകൾ വരാനായിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാനം കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ആകെ മൊത്തത്തിൽ രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലുള്ള കുറച്ച് ആക്ഷൻ രംഗങ്ങൾ, അതായത് വില്ലൻ്റെ കുറച്ച് ഇൻട്രോ സീൻസ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷൻ രംഗങ്ങളിൽ ഒരു ഇരുട്ടിലുള്ള ആക്ഷൻ സീക്വൻസ് ആണ്. ബട്ട് അതെന്താണ് പ്രോപ്പറായിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്താണ് അവിടെ ആക്ഷൻ നടക്കുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നി. അത് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ ഷൂട്ട് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര
കണ്ടിന്യൂസ് ആയിട്ടുള്ള കട്ട്സ് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രോപ്പറായിട്ട് കൺവേ ആയില്ല. പിന്നെ സിനിമയിൽ വരുന്ന സോങ്ങുകൾ, ഒരു സോങ് ഒഴിച്ച് ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ഒരു അച്ചാറുണ്ടാക്കുന്ന സോങ് ഒഴിച്ച് ബാക്കി വരുന്ന സോങ്ങുകളെല്ലാം തന്നെ കുറച്ച് സിനിമയ്ക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ സിനിമയുടെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ സിനിമയുടെ പേസിനെ പിന്നോട്ട് വലിച്ചു എന്നുള്ളൊരു സംശയം തോന്നി. പിന്നീട് തോന്നിയത് ആക്ഷൻ രംഗങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആക്ഷൻ രംഗങ്ങൾ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതർവൈസ് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. സിനിമ അങ്ങനെ 2-2.5 മണിക്കൂറോളം നമുക്കതിനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള സംഭവങ്ങളും കാര്യങ്ങളും സിനിമയിലുണ്ട്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല VFXും നല്ല ഒരു കോൺസെപ്റ്റും സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നല്ലൊരു ഇന്ത്യൻ ബേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയൊക്കെ ബേസ് ചെയ്തിരിക്കുന്ന നല്ലൊരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടാണ് ഹനുമാൻ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ള രീതിയിൽ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. തിയേറ്ററിൽ പോയിട്ട് കണ്ട് നോക്കി നോക്കുക. സോ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാൻ വരേക്കും ഗുഡ് ബൈ.